ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായമാണ് നമ്മളിന്ന് വായിച്ച് ധ്യാനിക്കുന്നത്. ഇന്നലെ നമ്മൾ 1-ാം അധ്യായം വായിച്ചു. ജോസഫ് മരിച്ചതിന് ശേഷം അവൻ്റെ സഹോദരന്മാരായ ഇസ്രായേൽ മക്കൾ അനേകായിരമായി മിസ്രൈമിൽ വർദ്ധിച്ചു വന്നപ്പോൾ ജോസഫിനെ അറിയാത്തൊരു രാജാവ് ഭരണാധിപനായിട്ട് വരികയും ആ ജനസമൂഹം വർദ്ധിച്ച തനിക്ക് ഭീഷണി എന്ന് കണ്ട് അവരെ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അതനുസരിച്ച് ആൺകുട്ടികളെയൊക്കെ കൊന്നുകളയുന്നതിനും കഠിനമായ ഊഴിയ വേലയ്ക്ക് അവരെ വിധേയമാക്കുകയും ചെയ്തു. ആൺകുട്ടികളെ കൊന്നുകളയുവാൻ ആഗ്രഹിച്ച് സൂതികർമ്മിണികളോട് അദ്ദേഹം ആവശ്യപ്പെടുകയും എന്നാൽ അവർ ദൈവഭയമുള്ളവരായിരുന്നതിനാൽ കുഞ്ഞുങ്ങളെ കൊല്ലാതിരിക്കുകയും ചെയ്തപ്പോൾ രാജാവ് അവരെ വിളിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അപ്രകാരം ചെയ്യാത്തത്? അപ്പോൾ അവർ പറഞ്ഞു, ഈ ഇസ്രായേൽ ജനം, ഈ എബ്രായ സ്ത്രീകൾ നല്ല ആരോഗ്യമുള്ളവരാണ്, അവർ തികവുള്ളവരാണ്. ഞങ്ങൾ ചെല്ലുന്നതിന് മുൻപ് അവർ പ്രസവിച്ചിരിക്കും. പ്രസവിച്ച് കഴിഞ്ഞാൽ പിന്നെ അമ്മ കുഞ്ഞിനെ കണ്ടാൽ പിന്നെ കൊല്ലാനാവില്ലല്ലോ, അതിനു മുൻപല്ലേ കൊല്ലാനാവുകയുള്ളൂ. അപ്പം അങ്ങനെ ദൈവം ആ സൂതികർമ്മികളെ അനുഗ്രഹിച്ച കാര്യം വരെയായിരുന്നു 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. 2-ാം അധ്യായത്തിൽ നമ്മളിന്ന് വായിക്കുന്നത് ലേവ്യ ഗോത്രത്തിൽപ്പെട്ട ഒരു പുരുഷൻ ലേവ്യ ഗോത്രത്തിൽപ്പെട്ട മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. പിന്നീട് ഈ ഗോത്രമാണ് പുരോഹിത ഗോത്രമായി ഇസ്രായേലിൽ പിന്നീട് വരുന്നതെന്ന് നമുക്കറിയാം. അവർക്ക് ഒരു ആൺകുട്ടി ജനിച്ചു. ആ കുഞ്ഞിനെ 3 മാസം വരെ അവർ തങ്ങളുടെ ഭവനങ്ങളിൽ ഒളിവിൽ ആ കുഞ്ഞിനെ സൂക്ഷിച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ കുറേ കൂടെ ശക്തമാവുകയും അത് ലോകം അല്ലെങ്കിൽ സമൂഹം അറിഞ്ഞാൽ തൻ്റെ കുഞ്ഞിനെ അവർ കൊന്നുകളയുമെന്ന് ഭയപ്പെട്ട ആ കുഞ്ഞിൻ്റെ അമ്മ ഞാങ്ങണ കൊണ്ട് അല്ലെങ്കിൽ മുള കൊണ്ട് ഒരു ചെറിയ പെട്ടകമുണ്ടാക്കുകയും അതിന് വെള്ളം കയറാതിരിക്കത്തക്കവണ്ണം അതിൻ്റെ പുറത്ത് ടാറ് അത് പുരട്ടുകയും അങ്ങനെ ഒരു ബോക്സ് ആക്കിയിട്ട് അതിനകത്ത് ഈ കുഞ്ഞിനെ അതിനകത്ത് വെച്ച് നദിയിലൊഴുക്കുകയാണ്. ഏതെങ്കിലും പ്രദേശത്ത് ഏതെങ്കിലും സ്ഥലത്ത് ഈ കുഞ്ഞു പോയി രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നുള്ള ഹൃദയവേദനയോടെ ആ അമ്മ കുഞ്ഞിനെ ആ നൈൽ നദിയിൽ ഒഴുക്കിക്കളഞ്ഞു. നമ്മൾ വായിക്കുന്നത്, അന്നത്തെ ഫറവോ രാജാവിൻ്റെ പുത്രി കുളിക്കുവാനായി നദിയിൽ വന്നപ്പോൾ ഒരു ഞാങ്ങണപ്പെട്ടി കാണുകയും ഇത് തൻ്റെ തോഴിമാരെ അയച്ച് അതെടുക്കുകയും അത് തുറന്നപ്പോൾ സുന്ദരനായ കോമളനായ 3 മാസം പ്രായമുള്ള ആൺകുട്ടിയെ കാണുകയും അവൾ ആ കുഞ്ഞിനെ ഏറെ സ്നേഹിക്കുകയും ചെയ്തു. ഈ കുഞ്ഞിന് എന്ത് സംഭവിക്കുമെന്ന് കാണാൻ ഈ കുഞ്ഞിൻ്റെ സഹോദരി ദൂരെ നിൽപ്പുണ്ടായിരുന്നു. ഈ രാജാവിൻ്റെ മകള് ഈ കുഞ്ഞിനെ എടുത്തു എന്ന് കഴിഞ്ഞപ്പോൾ അവൻ്റെ സഹോദരി വന്ന് അവളോട് പറയുന്നു, ഈ കുഞ്ഞിനെ മുലയെ ഊട്ടുവാൻ ഞാനൊരു ആളെ കൊണ്ടുവരട്ടെ എന്ന്. അവൾ സമ്മതിച്ചു. അങ്ങനെ ഈ കുഞ്ഞിൻ്റെ അമ്മയെ തന്നെ വിളിച്ചുകൊണ്ട് വരികയും അങ്ങനെ ആ അമ്മ കുഞ്ഞിനെ മുലയൂട്ടി വളർത്തുകയും ചെയ്യുകയാണ്. ലോകത്തിൽ ആദ്യമായി മുലയൂട്ടുന്നതിന് പ്രതിഫലം ലഭിച്ച സ്ത്രീയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്ന മോശയുടെ അമ്മ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ അത്ഭുതകരമായ വലിയ നടത്തിപ്പ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവം ഒരു മനുഷ്യനെക്കുറിച്ച് ദൈവത്തിന് പ്ലാനുണ്ടെങ്കിൽ ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോയാലും അവരെ വിടുവിക്കുവാൻ ദൈവത്തിന് സാധിക്കുമെന്നുള്ളതാണ്. ഇതുപോലെ തന്നെയായിരുന്നു ജോസഫിൻ്റെ ജീവിതവും. സഹോദരന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ടു, പൊട്ടക്കിണറ്റിൽ അവൻ ഇടപെട്ടു, അവൻ മിസ്രൈമിലേക്ക് വിൽക്കപ്പെട്ടു. പക്ഷേ ദൈവം ജോസഫിനെ അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് ആ ജോസഫിനോട് ദൈവം പ്രവർത്തിച്ച പ്രവർത്തനങ്ങളൊക്കെയും ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണല്ലോ. ഇവിടെ
അതിനുശേഷം മോശ ഒരു 40 വർഷത്തോളം ആ രാജകൊട്ടാരത്തിൽ രാജകുമാരനായി വളരാനുള്ള ഭാഗ്യം മോശയ്ക്ക് ലഭിച്ചു. അതിനുശേഷം തൻ്റെ സ്വന്തം ജനമാണ് ഇവിടെ പീഡ അനുഭവിക്കുന്നതെന്ന് മോശ മനസ്സിലാക്കിയപ്പോൾ അവരെ കാണുവാൻ വേണ്ടി മോശ ഒരു ദിവസം അവിടെ കടന്നു ചെല്ലുന്നതായ സമയത്ത് ഒരു മിസ്രൈമൻ ഒരു എബ്രായനുമായിട്ട് വഴക്കുണ്ടാക്കുന്നത് കാണുകയും അവൻ്റെ ആ രോഷമുണ്ടായിട്ട് തൻ്റെ സ്വന്തം ജനത്തെ പീഡിപ്പിക്കുന്നത് കണ്ടിട്ട് മോശയ്ക്ക് ദേഷ്യം വന്നിട്ട് ആ മിസ്രൈമിനെ അടിച്ചു കൊല്ലുകയും ചെയ്തു. അടിച്ചു കൊന്ന മണലിൽ താഴ്ത്തിക്കളഞ്ഞു. പിറ്റേ ദിവസം വീണ്ടും അവരെ കാണുവാൻ വേണ്ടി മോശ ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്നത് 2 ഇസ്രായേൽ തമ്മിൽ അല്ലെങ്കിൽ 2 എബ്രായ പുരുഷന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് മോശ കണ്ടു. മോശ അവരുടെ അടുത്ത് ചെന്ന് അവരെ ഉപദേശിച്ചു, നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കുന്നത് എന്തിനെ? അപ്പോൾ അതിൽ ഒരുവൻ മോശയോട് കയർത്തു, നീ ഇന്നലെ മിസ്രൈമിനെ അടിച്ചു കൊന്നതുപോലെ ഞങ്ങളെയും കൊല്ലുവാൻ വന്നതാണ്. ഇത് കേട്ടപ്പോൾ മോശ പേടിച്ചു പോവുകയും ഈ കാര്യം പുറത്തുള്ളവർ അറിഞ്ഞു തുടങ്ങിയെന്ന് മനസ്സിലാക്കുകയും മോശ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. നമ്മൾ വായിക്കുന്നുണ്ട്, ഫറവോ രാജാവും ഈ സംഭവം അറിയുകയും മോശയെ കൊല്ലുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അതിനു മുമ്പ് മോശ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഇപ്പോൾ മോശ വാസ്തവത്തിൽ ഒരു കൊലപാതകയാണ്. ബൈബിൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പോകേണ്ടി വരും. ഏതെന്ന പ്രദേശായിൽ ആദ്യ മനുഷ്യൻ ആദമും ഹവ്വയും പാപം ചെയ്ത അവസ്ഥയിൽ അവർ നഗ്നരെന്ന് അവർക്ക് തോന്നുകയും ദൈവത്തെ ഭയപ്പെട്ട് അവരോടി വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിക്കുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഇനി നമുക്ക് മോശയുടെ ഇനിയുള്ള ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഇന്ന് 2 പേരുടെ പ്രശ്നം തീർക്കുവാൻ സാധിക്കാത്തവനായ മോശ 6 ലക്ഷത്തിൽ പരം ജനങ്ങളുടെ ന്യായാധിപനെ പോലെ അവരെ വഴി നടത്തുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ദൈവം മോശയെ വലിയവനാക്കുന്ന കാര്യം നമുക്ക് കാണാൻ പറ്റും. യാക്കോബിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോഴും നേരെ ചൊവ്വേ അനുഗ്രഹം വാങ്ങാൻ സാധിക്കാത്തവൻ, വ്യാജ രീതിയിലൂടെ അനുഗ്രഹം വാങ്ങിച്ചവൻ പിന്നീട് ദൈവത്തിലായപ്പോൾ ഫറവോ രാജാവിനെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഫറവോൻ്റെ കൊട്ടാരത്തിൽ കൈ ഉയർത്തി നിൽക്കുന്ന ഒരു യാക്കോബിനെ നമുക്ക് കാണാൻ സാധിച്ചല്ലോ. അങ്ങനെ മോശ ഇവിടെ നിന്ന് ഓടിപ്പോയപ്പോഴാണ് മിഥ്യാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുകയും അവിടെ ഒരു കിണറിനരികെ വിശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവിടെയുള്ള ആ നാട്ടിലെ മിഥ്യാനിലെ പുരോഹിതനായിരുന്ന റഹൂവേലിൻ്റെ അഥവാ യിത്രോവിൻ്റെ പെൺമക്കൾ ആടിന് വെള്ളം കോരുവാൻ അവിടെ വരികയും അവിടെയുള്ള മറ്റ് ആളുകൾ അവരെ അവിടെ തടസ്സപ്പെടുത്തുകയും ചെയ്തപ്പോൾ മോശ അതിലിടപെട്ട് അവരുടെ ആടുകളെ വെള്ളം കുടിപ്പിക്കുവാനുള്ള ക്രമീകരണം ചെയ്തു. അപ്പോൾ അവർക്ക് ആ പെൺകുട്ടികൾക്ക് വലിയ സന്തോഷമായിട്ട് അവരുടെ ഭവനത്തിൽ ചെന്ന് അവരുടെ പിതാവിനോട് ഈ കാര്യം അത് പറയുകയും അദ്ദേഹം എന്തുകൊണ്ട് നിങ്ങൾ ആ മനുഷ്യനെ വിളിച്ചുകൊണ്ട് വന്നില്ല എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് മോശയെ വിളിച്ചുകൊണ്ട് വരികയും ചെന്ന് നമ്മൾ കാണുന്നു. പിന്നീട് ഒരു 40 വർഷം ഇനി മോശ ഈ യിത്രോവിൻ്റെ ഭവനത്തിലെ ആടുകളെ മേയ്ക്കുന്ന ജോലിയിൽ ഏർപ്പെടുകയാണ്. 40 വർഷം ഫറവോൻ്റെ കൊട്ടാരത്തിൽ രാജകുമാരനെ പോലെ വസിച്ചവനിനി 40 വർഷം ഒരാട്ടിടയനായി യിത്രോവിൻ്റെ ഭവനത്തിൽ വസിക്കേണ്ട ഒരു സാഹചര്യം അവർക്ക് വരുന്നു. അപ്പോൾ ഈ യിത്രോ എന്ന പുരോഹിതന് മോശ ഇഷ്ടമായിട്ട് അദ്ദേഹത്തിൻ്റെ മകൾ സിപ്പോറയെ മോശയ്ക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയും അതിലൂടെ ഗേർസോം എന്നൊരു മകൻ മോശയ്ക്ക് ആ കാലത്ത് അവിടെ ജനിക്കുകയും ചെയ്യുന്നതായി നമ്മളിവിടെ വായിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ 23-25 വാക്യങ്ങൾ വരുമ്പോൾ കാണുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ ഈ ഊഴിയവേല മുഖാന്തരമുള്ള ഈ കഠിനമായ ഇത് യഹോവയായ ദൈവം കണ്ടു. ദൈവം അവരെ വിടുവിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുകയാണ്. ഇത്രയും നാൾ ദൈവം ഇത് കണ്ടില്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. പക്ഷെ ദൈവത്തിന് പ്രവർത്തിക്കുവാനൊരു സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് വിശ്വാസിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ധർമ്മം എന്ന് പറയുന്നത്. അബ്രാഹാമിനെ ദൈവം വിളിച്ചു, നമുക്കറിയാം. 25 വർഷങ്ങൾക്ക് ശേഷമാണ് ദൈവം അബ്രാഹാമിന് ഒരു സന്തതിയെ നൽകിയത്. ആയതുപോലെ ദൈവ ഉദ്ദേശം
ദൈവം നിവർത്തിക്കുന്ന കാലം വരെയും ക്ഷമയോടെ കാത്തിരിക്കുവാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഈ അധ്യായത്തിൽ, 2-ാം അധ്യായത്തിൽ മോശയുടെ ഏകദേശം 80 വയസ്സുവരെയുള്ള ഒരു ലഘുചരിത്രമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി മുന്നോട്ട് മോശയെ ദൈവം വിളിക്കുന്നതും ഈ മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തെ ദൈവം വിടുവിക്കുന്നതുമായ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതോടെ എല്ലാവരും ശ്രദ്ധാപൂർവം ഈ വേദഭാഗം വായിക്കുകയും അതനുസരിച്ച് നമ്മുടെ ആ ജീവിതത്തെ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി, ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്യുവാൻ നമുക്കിടയാകട്ടെ. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.